ഇന്നിവിടെ ഈ ആത്മകളരിയിൽ എത്താൻ എന്നെ അനുഗ്രഹിച്ച തിരുമാതാകുന്നിലമ്മയെ വന്ദിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. പൂന്താനത്തെക്കുറിച്ച് ഒറ്റ വരിയിൽ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. കാലത്തിനതീതമായ ദീർഘവീക്ഷണമുള്ള കവി. ഇത്രയധികം കാലത്തിനതീതമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള മറ്റൊരു ഗ്രന്ഥം ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. പൂന്താനത്തെക്കുറിച്ച് ഞാൻ മിക്കവാറും പൂന്താനം ദിനത്തിന് ഗുരുവായൂരിലും പൂന്താനം ഇല്ലത്തൊക്കെ ഒരുവിധം വർഷങ്ങളായിട്ട് ഞാൻ കവിതകൾ അവതരിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഇടത്തുപുറത്ത് ഒരു തവണ നമ്മൾ ആചരിച്ചിരുന്നു, അതിലും ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു തവണ പൂന്താനം ദിനത്തിന് വേണ്ടി എഴുതിയ കുറച്ച് വരികൾ ഞാനിവിടെ ചൊല്ലിയതിനു ശേഷം എൻ്റെ പുസ്തകം കാവ്യപുണ്യം എന്ന കവിതാ സമാഹാരത്തിലെ ഒരു കവിത ഞാനിവിടെ അർച്ചിക്കുകയാണ്. കാരണം ഈ ആത്മകളരിയിൽ വരെ എന്നെ എത്തിച്ചത് എൻ്റെ അക്ഷരങ്ങളുടെ പുണ്യം ഇവിടുത്തെ എല്ലാവരുടെയും ഒരു എന്താ പറയുക അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അതുകൂടെ ചൊല്ലും. ആദ്യം പൂന്താനത്തെക്കുറിച്ച്. പൂന്താനം. വയലിലെ തഴുകിത്തലോടുമാ പാടവരമ്പിലൂടെത്ര നടന്നു പൂന്താനം. പാടത്തിനക്കരെ ഭക്തി നിറയുന്ന പൂന്താനമെന്നൊരില്ലത്തു നിന്നും മനസ്സിൽ കളിക്കുന്നൊരുണ്ണി കണ്ണനെ കണ്ണിറയെ കാണാനായി എന്നും ആമോദത്തോടെ നടന്നു പൂന്താനം. ആവതുള്ളൊരു കാലമത്ര നാളും തളർന്ന കാലടികളാൽ പരിതപിച്ചിടവേ ഇടതുപുറത്തേകി ദർശന ഭാഗ്യവും ഗുരുപവനപുരേശനെ തൊഴുതു വണങ്ങവേ ഭഗവാനിലലിഞ്ഞു ചേർന്നു പൂന്താനവും. ഭക്തി നിറഞ്ഞൊരാ മനസ്സിൽ തുളുമ്പിയ ജ്ഞാനപ്പാന തന്നീരടികളിന്നും കാറ്റിന്നലകളിലോളം വെട്ടുന്നു നിത്യവും നിർമാല്യ ദർശന പുണ്യമായി. കാലത്തിനതീതമാം വരികളിലൊട്ടും പതിരില്ല നേരും നെറിയും മാത്രം ചൊല്ലിത്തികഞ്ഞ വരികളിലെല്ലാം ജീവിത സത്യത്തിൻ ചിത്രം കാണാം. പാരിതിയിലെങ്ങും പാർനില ചൊരിയട്ടെ ഭക്തകവി തന്നീരടികൾ. നാടിൻ്റെ പുണ്യമായി നന്മ തന്നീണമായി പൂന്താന മഹിമ വിളങ്ങിടട്ടെ. ഇനി എൻ്റെ കവിതാ സമാഹാരമാണ് കാവ്യപുണ്യം. അതിലൊരു കവിത ഞാൻ ഇവിടെ അർച്ചിക്കുകയാണ്, ഒരു അർച്ചനയായിട്ട്. ഇവിടെ കൂടുതലും അമ്മമാരൊക്കെ അല്ലേ ഇരിക്കുന്നത്, അതുകൊണ്ട് കഥന സ്വപ്നം എന്നൊരു കവിത. വൃദ്ധമാതാക്കളെ കുറിച്ച് നമ്മുടെ വീട്ടിലൊക്കെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാവില്ല, അവരൊക്കെ ഓർത്താൽ മതി അത് കേൾക്കുമ്പോൾ. അവർക്ക് വേണ്ടി ഞാൻ ഇവിടെ സമർപ്പിക്കുകയാണ് കവിത കഥന സ്വപ്നം.